ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നതായ വിഷയം കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 16 അധ്യായം 13 തിരുവചനമാണ്. അവിടെ കർത്താവിൻ്റെ അരുമ ശിഷ്യനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ഉണർന്നിരിപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഉണർന്നിരിക്കുവാൻ തിരുവചനത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആഹ്വാനം ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും. സുവിശേഷ ഗ്രന്ഥങ്ങളിൽ പ്രധാനമായുള്ളൊരു സന്ദേശമാണ് ഉണർന്നിരിക്കുക. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലും ആവർത്തിച്ചു വരുന്ന ഒരു സന്ദേശമാണ് ഉണർന്നിരിക്കുക. ഭാരതത്തിലെ ചിന്തകനും സന്യാസി വര്യനുമായിരുന്ന ശ്രീ വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്കുകളാണ്, "എവേക്ക്, റൈസ് ആൻഡ് ഗോ അഹെഡ്." ഉണരുക, എഴുന്നേൽക്കുക, മുമ്പോട്ട് പോവുക. ഭയങ്കരമായ ക്ഷീണത്തിൻ്റെ നടുവിലും നമ്മെ ശക്തീകരിക്കുന്ന വാക്കുകളാണ് ഉണർന്നിരിക്കുക എന്ന് പറയുന്നത്. ക്ഷീണം എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. ഉറക്കമെന്ന് പറയുന്നതും മാനുഷികമാണ്. എന്നാൽ ശാരീരികമായ ക്ഷീണത്തെയോ ഉറക്കത്തെയോ കുറിച്ചല്ല അപ്പോസ്തലനോട് പഠിപ്പിക്കുന്നത്. ആത്മീയമായ ക്ഷീണത്തെക്കുറിച്ചും ആത്മീയമായ ഉറക്കത്തെക്കുറിച്ചുമാണ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 3 അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഈ കാര്യത്തെക്കുറിച്ച് സർദീസിലെ സഭയോട് ഇങ്ങനെ പറയുന്നു, "ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. അതുകൊണ്ട് നീ ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക." 7 സഭകളോട് വെളിപ്പാട് പുസ്തകത്തിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നു. എഫേസോസിലെ സഭ, സ്മുർണയിലെ സഭ, തുയതൈരയിലെ സഭ, പെർഗമോസിലെ സഭ, സർദീസിലെ സഭ, ലവോദിക്കയിലെ സഭ, ഫിലദൽഫിയയിലെ സഭ, അങ്ങനെ 7 സഭകളോട് സംസാരിക്കുന്നുണ്ട്. അതിൽ സർദീസിലെ സഭയോട് എഴുതുമ്പോൾ 3 അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട്, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ദൈവം നമ്മുടെ പ്രവൃത്തി അറിയുന്നു. ആ പ്രവൃത്തി അറിഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്സിലായ കാര്യമാണ്, നിനക്ക് ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നീ പ്രവൃത്തിയിൽ മരിച്ചവനാണ്. ജീവനുണ്ട്, പക്ഷേ നീ പ്രവൃത്തിയിൽ മരിച്ചവനാണ്. ഇന്ന് അനേക ദൈവമക്കൾക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ട്, പക്ഷേ ക്രിസ്ത്യാനിത്വത്തിൻ്റെതായ പ്രവർത്തനങ്ങളിൽ അവർ മരിച്ചവരാണ്. എന്താണ് ക്രിസ്ത്യാനിയുടെ പ്രവർത്തനം? ക്രിസ്ത്യാനികൾ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണ്? പ്രധാനമായ കർമ്മങ്ങൾ ക്രിസ്ത്യാനികളുടെ ആരാധന, ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന, ക്രിസ്ത്യാനികൾ ചെയ്യേണ്ടതായ തിരുവചന ധ്യാനം, ക്രിസ്ത്യാനികൾ ചെയ്യേണ്ടതായ പരസഹായങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെ തണുത്ത നിലപാടാണ് എടുക്കുന്നതെങ്കിൽ നമ്മളെക്കുറിച്ച് പറയുന്നതാണ്, നീ മരിച്ചവനാകും. ആത്മാവിൽ എരിവില്ലാതെ, ഉത്സാഹമില്ലാതെ,
നമ്മൾ നാമധേയ ക്രിസ്ത്യാനികളായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളെക്കുറിച്ച് പറയുന്ന പേരാണ് നീ മരിച്ചവനാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ പോകുന്നു? പലരും പള്ളിയിൽ പോകുന്നുണ്ട്, പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, പലരും പേരിന് വേദപുസ്തകം വായിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ആത്മാവിലെ ദാഹത്തോടെ നമ്മൾ കാണുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. 42-ാം സങ്കീർത്തനത്തിൽ പറയുന്ന സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. വാസ്തവത്തിൽ ദാഹിച്ചു വലഞ്ഞ മാൻപേട വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ ദൈവസന്നിധിയിലേക്ക് പോകുവാനുള്ള ഒരു കൊതി, ഒരു ആഗ്രഹം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ മരിച്ചവരാണ്. ദൈവവചനത്തിന് വേണ്ടി വാസ്തവമായ ആഗ്രഹം നമുക്കുണ്ടോ? നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ, ആരാധനയ്ക്ക് പോകുമ്പോൾ പലരും ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് ഒന്ന് കഴിഞ്ഞു കിട്ടണം എന്നാണ്. എത്രയും പെട്ടെന്ന് ആരാധന പൂർത്തിയായിരുന്നെങ്കിൽ, എത്രയും പെട്ടെന്ന് പ്രസംഗം ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ സത്യം എന്താണ്? ദൈവവചനത്തോട് കൊതിയുള്ള മക്കൾ പ്രാർത്ഥിക്കുന്നത് അല്പം കൂടെ അച്ഛൻ വചനം പറഞ്ഞിരുന്നെങ്കിൽ, അല്പം കൂടെ സുവിശേഷകൻ സുവിശേഷം പങ്കുവച്ചിരുന്നെങ്കിൽ, ഈ ആരാധന അല്പം കൂടെ നീണ്ടിരുന്നെങ്കിൽ, അല്പം കൂടെ എനിക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ദാവീദിൻ്റെ പ്രാർത്ഥന 27-ാം സങ്കീർത്തനം 4-ാം തിരുവചനത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുമാത്രം ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്താണ് ദാവീദിൻ്റെ ആഗ്രഹം, ദാവീദിൻ്റെ പ്രാർത്ഥന, ദാവീദിൻ്റെ അപേക്ഷ എന്താണ്? യഹോവയുടെ മനോഹരത്വം കാണുക, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക, അവൻ്റെ ആലയത്തിൽ രാപ്പാർക്കുവാനും തന്നെ. അവൻ്റെ മനോഹരത്വം കാണുവാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, അവൻ്റെ ആലയത്തിൽ പാർക്കുവാൻ ഭയങ്കര ആഗ്രഹമാണ്, ഭയങ്കര കൊതിയാണ് ദാവീദിന്. അനുഗ്രഹിക്കപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ ആലയത്തിൽ ഇരിക്കുന്നത് സന്തോഷമാണോ? ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ആഹ്ലാദമാണോ? അത് തേൻകട്ടേക്കാളും മധുരമുള്ള അനുഭവമായി തീരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ മരിച്ചവരല്ല. ഇതെപ്പോഴെങ്കിലും നമ്മളെ ക്ഷീണിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇതെപ്പോഴെങ്കിലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മരിച്ചവരാണ്. ആത്മാവിൽ മരിച്ചവർക്ക് ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല. ആത്മാവിൽ മരിച്ചവർക്ക് ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് ആഹ്ലാദത്തോടെ ആത്മാവിൽ തുള്ളിച്ചാടിക്കൊണ്ട് ദാവീദിനെ പോലെ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളം കൊണ്ട് ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നവരായിരിക്കണം, ഉള്ളം കൊണ്ട് ദൈവത്തിൽ ആനന്ദിക്കുന്നവരായിരിക്കണം. ഉള്ളത്തിൽ കർത്താവിനെ സ്വീകരിച്ചവർക്ക് മാത്രമേ അത് സാധ്യമാകൂ എന്നാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുക. കർത്താവ് ഒരിക്കൽ തൻ്റെ പീഡാനുഭവത്തിൻ്റെ സമയം വിശുദ്ധ മത്തായി 26-ാം അധ്യായത്തിൽ അത് സവിസ്തരം എഴുതിയിരിക്കുന്നു. ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട്, ശിഷ്യന്മാരിൽ പ്രമുഖരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ മൂവരെയും കൂട്ടിക്കൊണ്ട് ഗത്സമൻ തോട്ടത്തിൽ ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളോട് ഇരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് കർത്താവ് ഒരു കല്ലേറ് ദൂരം പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഉത്കടമായ വികാര വിസ്ഫോടനത്തിൽ യേശു പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അപ്പാ, നിൻ്റെ ഇഷ്ടം നടക്കണമേ എന്നും കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് യേശു മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാരുടെ കണ്ണ് ഉറക്കഭാരത്താൽ തൂങ്ങുന്നത് കണ്ടു. അപ്പോൾ യേശു പറഞ്ഞു, ജഡമോ ബലഹീനമാണ്, ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിലും, അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. വീണ്ടും 2-ാം വട്ടവും യേശു പ്രാർത്ഥിക്കാനായിട്ട് പോയി. പ്രാർത്ഥിച്ചു വരുമ്പോൾ അവർ മയങ്ങുന്നതായി കണ്ടു. അപ്പോൾ യേശു പറയുന്നൊരു വാക്കുണ്ട്, മത്തായിയുടെ സുവിശേഷം 26:40, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? അതൊരു ഭയങ്കര എന്താ പറയുക, ഹൃദയത്തിൽ സ്പർശിക്കുന്ന വാക്കുകളാണ്. എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? നിർണായകമായ ഗുരുവിൻ്റെ നിമിഷങ്ങളിൽ ഒരു കൂട്ട് നൽകുവാൻ അവർ പരാജയപ്പെട്ടു. നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ, പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ, സങ്കടങ്ങളുടെ ഘട്ടങ്ങളിൽ, സംഘർഷങ്ങളുടെ ഘട്ടങ്ങളിൽ, പരീക്ഷകളുടെ നാളുകളിൽ, രോഗങ്ങളുടെ നാളുകളിൽ, മരണത്തിൻ്റെ നാളുകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മളപ്പോഴും ക്ഷീണിതരായി മയങ്ങുകയായിരിക്കും. ഒരുപക്ഷെ ക്ഷീണിതരായി ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ക്ഷീണം കൊണ്ട് നമ്മൾ തളർന്നു പോവുകയായിരിക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു,
ആ ആത്മാവ് ഒരുക്കമുള്ളതെങ്കിലും ജഡം ബലഹീനമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ആ കാര്യത്തെക്കുറിച്ച് ബോധമുള്ളവരായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് ഗെത്സമൻ തോട്ടത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. തൻ്റെ ജീവിതാനുഭവത്തോട് ചേർത്ത് ശിഷ്യന്മാരുടെ സ്നേഹവും പ്രാർത്ഥനയും അപേക്ഷിക്കുന്ന, ചോദിക്കുന്ന യേശുവിനത്രേ നമ്മളവിടെ കാണുക. അത് നൽകുവാൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പരാജയപ്പെട്ടു. അപ്പോൾ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് നമ്മോട് കൂടെ കഷ്ടമനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അഥവാ യേശുവിനെ പോലെ ആത്മസംഘർഷം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയും നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ദേവാലയങ്ങളുടെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ഇടവകൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ കർത്താവ് ഏത് നിമിഷത്തിൽ ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പീൻ. നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട രണ്ടാമത്തെ കാര്യം, കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്ന് നമ്മൾ അറിയുകയില്ല. കർത്താവിൻ്റെ വരവ് ഏത് ദിവസത്തിലെന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കർത്താവ് പറഞ്ഞു, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യമേ ഉയർക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നമ്മൾ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. കർത്താവിൻ്റെ മഹത്തായ പുനരാഗമനത്തിൽ അവനോട് കൂടെ ചേർക്കപ്പെടുവാൻ ഭാഗ്യം ഉണ്ടാകുവാൻ വേണ്ടി ദൈവമക്കളായ നമ്മൾ ഉണർന്നിരിക്കണം. ഉണർന്നിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് പഠിപ്പിക്കാനാണ് 25-ാം അധ്യായത്തിൽ 10 കന്യകമാരെക്കുറിച്ച് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. 10 കന്യകമാരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു എന്നാണ് പരിചയപ്പെടുത്തുക. എന്തുകൊണ്ടാണ് കുറച്ച് പേർ ബുദ്ധിയുള്ളവരായി തീർന്നത്? അവർ ഒരുക്കത്തിൻ്റെ പാത്രങ്ങളിൽ ഉണർവിൻ്റെ എണ്ണയെടുത്തു. ഒരുക്കത്തിൻ്റെ പാത്രങ്ങളിൽ ഉണർവിൻ്റെ എണ്ണയെടുത്തു. ബുദ്ധിഹീനകളാകട്ടെ ഒരുങ്ങി, പക്ഷേ പാത്രത്തിൽ എണ്ണയെടുത്തില്ല. ബാഹ്യമായ ഒരുക്കം 10 പേർക്കും ഉണ്ടായിരുന്നു, എന്നാൽ ആന്തരികമായ ഉണർവ് 5 പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചുരുക്കം. പാത്രത്തിൽ എണ്ണയെടുത്തില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ തീ കത്താൻ ആവശ്യമായിരിക്കുന്ന കൃപാവരങ്ങൾ അവരിലുണ്ടായിരുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് എല്ലാ ക്രിസ്ത്യാനികളും മണവാളിനെ കാത്തിരിക്കുന്ന 10 കന്യകമാരെ പോലെയാണ്. എന്നാൽ ഉണർവുള്ളവരായ, ആത്മാവിൽ തീ കത്തുന്നവരായ ക്രിസ്ത്യാനികൾ, ദൈവമക്കൾ വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ളവരെയാണ് ബുദ്ധിയുള്ളവർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ആത്മാവിൽ തീ കത്താനുള്ള സാധ്യതയുണ്ടോ? കർത്താവ് വരുമ്പോൾ കത്തിച്ച ദീപത്തോടു കൂടുന്ന 5 ബുദ്ധിമതികളായ കന്യകമാർ മണവറയിൽ പ്രവേശിച്ചു എന്നാണ് പറയുക. മണവാളനോടുകൂടെ മണവറയിൽ പ്രവേശിച്ചത് 5 പേർ മാത്രമാണ്. അവർ വിളക്ക് കത്തിച്ചപ്പോൾ ദീപം കത്തി. അതിൻ്റെ കാരണം ആത്മാവിൻ്റെ എണ്ണ അവരിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നമ്മിലുണ്ടോ? തീർച്ചയായും നമ്മൾ കത്തുക തന്നെ ചെയ്യും. മുൾപടർപ്പിൽ മോശയ്ക്ക് മുമ്പിൽ കത്തിയതായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കത്താൻ തുടങ്ങിയാൽ അനേകർക്ക് ദൈവത്തെ ദർശിക്കാനായിട്ട് സാധിക്കും. ദൈവശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. മുൾപടർപ്പിൻ്റെ നടുവിൽ തീയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം മോശയോട് സംസാരിച്ചതുപോലെ ഇന്ന് അനേക ദൈവദാസന്മാരുടെ ഉള്ളിൽ കത്തുന്ന ദൈവാത്മാവിൻ്റെ അഗ്നിയിലൂടെ നമ്മളിന്ന് ദൈവശബ്ദം കേൾക്കുകയാണ്. പരിശുദ്ധാത്മ കൃപയിൽ നമ്മളോട് സംസാരിക്കുന്ന ധാരാളം ദൈവദാസന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ഉപകരണമാക്കുന്ന, ദൈവത്തിൻ്റെ കാഹളങ്ങളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ
ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് എഴുന്നള്ളി വരും. നമ്മൾ കത്താനായിട്ട് തുടങ്ങും. ബുദ്ധിയുള്ള കന്യകമാർ കത്തുന്ന വിളക്കേന്തി എന്ന് പറയുമ്പോൾ അവർ കത്തുന്ന വ്യക്തിത്വങ്ങൾ തന്നെയായിരുന്നു. പൗലോസ്ലീഹ കത്തുന്ന വിളക്കായിരുന്നു. പത്രോസ്ലീഹ കത്തുന്ന വിളക്കായിരുന്നു. പരിശുദ്ധനായ അനേക മിഷണറിമാർ കത്തുന്ന വിളക്കായിരുന്നു. ആഫ്രിക്കയിലെ ഇരുണ്ട ഭൂഖണ്ഡത്തിൽ പോയ ഡേവിഡ് ലിവിങ്സ്റ്റണും ഇന്ത്യയിലേക്ക് വന്ന വില്യം ഖേറിയെ പോലുള്ള ആളുകളും പരിശുദ്ധനായ തോമസ് ലീഹായെ പോലുള്ള വ്യക്തിത്വങ്ങളും എല്ലാ ശിഷ്യന്മാരും കർത്താവിന് വേണ്ടി കത്തുന്ന തീപ്പന്തങ്ങളായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണർവിൻ്റെ വിളക്കായി മാറാൻ നമുക്ക് എന്നാണ് സാധിക്കുക? ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ നാം ആകുന്ന വിളക്കുകൾ പ്രകാശിക്കാനായിട്ട് തുടങ്ങും. ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഗെത്സമനി തോട്ടത്തിൽ തളർന്നുപോയ ശിഷ്യന്മാരോട് യേശു പറയുന്നതും അതുതന്നെയാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവനുള്ളവനെന്ന നിലക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഉണർന്നുകൊള്ളുക. നമ്മൾ ദൈവസന്നിധിയിൽ ശക്തിപ്പെടുവാൻ വേണ്ടിയിട്ട്, ദൈവാത്മാവിൽ ജ്വലിക്കാൻ വേണ്ടിയിട്ട് ഉണർവ് ആവശ്യമാണ്. ഇന്ന് നമുക്കൊരു ഉണർവ് ആവശ്യമാണെന്ന് ചിന്തിക്കുന്നവർ പോലും വളരെ ചുരുക്കമാണ്. നമ്മൾ പോയ പോലെയൊക്കെ പോയാൽ മതി, കഴിഞ്ഞതുപോലെയൊക്കെ കഴിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് അധികം പേരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ, നമ്മെ തന്നെ സമർപ്പിക്കാൻ അനേകം പേർക്ക് സാധിക്കുന്നില്ല. നമ്മൾ പാട്ട് പാടും, ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ, നാഥാ നിൻ്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ദൈവത്തിൻ്റെ കൃപാവരങ്ങളിലാണ് നമ്മൾ ഉണർവ് നേടുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ഏതെല്ലാമാണ്? സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത് ആത്മാവിൻ്റെ വരദാനങ്ങളാണ്. ഈ വരദാനങ്ങളാൽ നമ്മൾ തെളിയിക്കപ്പെടണം. നമ്മളാകുന്ന ദൈവം കത്തണം. ഇനി കത്താതിരുന്നാൽ, നമ്മൾ ഉണരാതിരുന്നാൽ, നീ ഉണരാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൻ്റെ അവസാന ഭാഗം. നീ ഉണരാതിരുന്നാൽ ഞാൻ കടലെ പോലെ വരും എന്നാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഉണർന്നിരിക്കുക. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഉണർന്നിരിക്കുക. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തളർച്ച മാറ്റുവാൻ വേണ്ടി ഉണർവുള്ളവരായിരിക്കുക. പ്രത്യാശയുടെ ഉണർവുള്ളവരായി തീരുക. കർത്താവിൻ്റെ വീണ്ടും വരവിന് വേണ്ടി ഉണർന്നിരിക്കുക. ബുദ്ധിയുള്ള കന്യകമാരുടെ ഗണത്തിൽ ചേർക്കപ്പെടാൻ വേണ്ടി ഉണർന്നിരിക്കുക. ഒരിക്കൽ മഹാനായ അലക്സാണ്ടർ തൻ്റെ സൈന്യങ്ങളെ സന്ദർശിക്കുന്ന വേളയിൽ യുദ്ധരംഗത്തിൽ ഒരു സൈനികൻ്റെ കൂടാരത്തിൽ ഒരു വിളക്ക് കത്തുന്നത് കണ്ടു. രാത്രിയിൽ ആരും വിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് കൽപ്പനയുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഒരുവൻ വിളക്ക് കത്തിച്ചു വെച്ചു. വിളക്ക് കത്തിച്ചു വെച്ച് അയാൾ കത്തെഴുതുകയായിരുന്നു. അപ്പോൾ അലക്സാണ്ടർ അയാളെ കൈയോടെ പിടികൂടി. നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ കത്തെഴുതുകയാണ്. അവൻ്റെ മാതാവിന് അവൻ കത്തെഴുതുകയായിരുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ അവസാനത്തെ കത്താകാം എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി എഴുതുന്നത്. യുദ്ധരംഗത്തിൽ കൊല്ലപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ വിളക്ക് കത്തിക്കാൻ പാടില്ലാത്ത സമയത്ത് അദ്ദേഹം വിളക്ക് കത്തിച്ചു. അലക്സാണ്ടർ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞതാണ്, ചോദിച്ചത്, നിൻ്റെ പേരെന്താണ്? അപ്പോൾ ആ കത്തെഴുതുന്ന സൈനികൻ പറഞ്ഞു, എൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ്. അപ്പോൾ രാജാവായ അലക്സാണ്ടർ പറഞ്ഞു, ഒന്നുകിൽ നീ നിൻ്റെ പ്രവൃത്തി മാറ്റുക, അല്ലെങ്കിൽ നീ നിൻ്റെ പേര് മാറ്റുക. ഒന്നുകിൽ നിൻ്റെ പ്രവൃത്തി നന്നാക്കുക, അല്ലെങ്കിൽ നിൻ്റെ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ
അലക്സാണ്ടർ എന്ന പേരിട്ടുകൊണ്ട് നീ ഇത്തരം പണികൾ ചെയ്യാൻ പാടില്ല. നീ കൽപ്പനകൾ അല്ലെങ്കിൽ ആജ്ഞകൾ അനുസരിക്കുന്നവനായി തീരണം. ക്രിസ്ത്യാനി എന്ന പേര് വെച്ചുകൊണ്ട് നമ്മൾ ദൈവവചനത്തെ പാലിക്കാത്തവരായി ജീവിക്കുന്നതിലും ഭേദം ഒന്നുകിൽ നമ്മൾ ക്രിസ്ത്യാനി എന്ന ലേബൽ മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ മാറ്റുക എന്നാണ് ആ സംഭവം നൽകുന്നതായ സന്ദേശം. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മളുടെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, നിൻ്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. എന്നാൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. ഇതൊക്കെയാണെങ്കിലും കുറേ ആളുകൾ മാലിന്യം തട്ടാതെ, പാപം തട്ടാതെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്നവരായി ഉണ്ട് എന്നുള്ളത് ആശാവഹമാണ്. അവരെന്ത് ചെയ്യും? അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കുകയും ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. അപ്പോൾ ഉടുപ്പ് മലിനമാകാത്ത വ്യക്തികളെക്കുറിച്ച് പറയുകയാണ്, അവർ യോഗ്യന്മാരായി വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് നടക്കും. വിശുദ്ധിയുടെ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് ദൈവത്തോടു കൂടെ നടക്കുവാൻ അവർക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് മാത്രമല്ല, അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്കുകയും ചെയ്യും. എന്നിട്ടോ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ അവരുടെ പേര് ഏറ്റുപറയും. എൻ്റെയും നിങ്ങളുടെയും പേര് സ്വർഗത്തിൽ ദൈവത്തിന് മുമ്പാകെ, ദൂതന്മാരുടെ മുമ്പാകെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുമശിഹ ഏറ്റുപറയാൻ ഇടയാകണമെങ്കിൽ നമ്മൾ ഉണർവുള്ളവരായി, വെള്ളയുടുപ്പ് ധരിച്ചവരായി, കന്മഷം തീണ്ടാത്തവരായി, പാപം തീണ്ടാത്തവരായി, വിശുദ്ധിയുള്ളവരായി കർത്താവിന് വേണ്ടി ഉണർവോടെ ജീവിക്കുവാൻ ഇടയായിത്തീരണം. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കർത്താവിൻ്റെ വീണ്ടും വരവിന് വേണ്ടി ഉണർവോടെ കാത്തിരിക്കാൻ എനിക്ക് നിങ്ങൾക്കും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളെ ചേർക്കുവാൻ വേണ്ടി വീണ്ടും സ്വർഗം ചായച്ചിറങ്ങി വരാമെന്ന് വാക്ക് തന്നവനായ ഞങ്ങളുടെ സർവശക്തനായ കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഉണർവ് കാത്തു സൂക്ഷിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പലപ്പോഴും ഞങ്ങൾ ശിഷ്യന്മാരെ പോലെ മയങ്ങിപ്പോയിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ തളർന്നു പോകാതെ ഓടുകയും മടുത്തു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പ്രകാരം കഴുകന്മാരെ പോലെ ശക്തി പ്രാപിപ്പാൻ ഞങ്ങളെ ഉയരത്തിൽ പറക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ഉണർവുള്ളവരായി, ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ, കർത്താവെ ആത്മാവിൽ നിറമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന് വേണ്ടി കത്തുന്ന തീപ്പന്തങ്ങളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.